പയ്യാമ്പലം വിഷയത്തിൽ കണ്ണൂർ കോർപ്പറേഷൻ കൗൺസിൽ ബഹളത്തിൽ മുങ്ങി. വിറകും ചിരട്ടയുമില്ലാതെ ശവദാഹം വൈകുന്നതിനെതിരെ പ്ലക്കാർഡുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതാണ് ബഹളത്തിന് കാരണമായത്. കണ്ണൂർ കോർപ്പറേഷൻ അജണ്ട എടുത്തതു മുതൽ LDF അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തുവന്നു. അജണ്ടയിലേക്ക് കടന്നയുടൻ LDF അംഗം ടി രവീന്ദ്രൻ പയ്യാമ്പലം വിഷയത്തിൽ ചർച്ച വേണമെന്ന് ആവശ്യപ്പെടുകയായിരുന്നു. പയ്യാമ്പലത്ത് വിറകില്ല എന്നതുൾപ്പെടെയുള്ള പ്ലക്കാർഡുകൾ ഉയർത്തിയാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത്. അജണ്ടയ്ക്ക് ശേഷം വിഷയം ചർച്ച ചെയ്യാമെന്ന് മേയർ ഇതിനിടയിൽ പറഞ്ഞുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയില്ല. BJP അംഗം VK ഷൈജു ഇതിനിടയിൽ നടുത്തളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്തു. പ്രതിഷേധിച്ച ഷൈജു നടുത്തളത്തിൽ കുത്തിയിരുന്നു. ഇതോടെ LDF അംഗങ്ങൾ മേയറുടെ അടുത്തേക്ക് നീങ്ങി. തുടർന്ന് മുദ്രാവാക്യം വിളിച്ചു. ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റമായി. പയ്യാമ്പലം വിഷയത്തിൽ CPM-ഉം BJP-യും രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ശ്രമിക്കുന്നതെന്ന് ഇതിനിടയിൽ മേയർ പറഞ്ഞുകൊണ്ടേയിരുന്നു. പയ്യാമ്പലത്ത് വിറക് എത്തിക്കുന്നതിലുൾപ്പെടെ വീഴ്ച കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കുമെന്നും മേയർ വ്യക്തമാക്കി. പയ്യാമ്പലത്ത് കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്ന് LDF അംഗം ടി രവീന്ദ്രൻ ആരോപിച്ചു. ചാരിറ്റിയില്ലാത്തൊരവസ്ഥ മാത്രമല്ല, ടെൻഡറായി ആ ടെൻഡർ നടപടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ നിർവഹിച്ചു പോവാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കപ്പെടുന്നില്ല. ഇതിനെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുണ്ട്. ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഒരു നോക്കുകുത്തിയാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെ ആളുകൾ വിളിച്ചാൽ ശവദാഹവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് വിളിച്ചാൽ അദ്ദേഹം ഫോൺ എടുക്കില്ല, അങ്ങോട്ട് തിരിഞ്ഞു നോക്കൂല. ചാരിറ്റി ഇല്ലാത്ത വിഷയം അവിടെ ഇത്ര നിലകേട് നമ്മുടെ സംസ്ഥാനത്ത് എവിടെയും ഇല്ലാത്തവര്, വളരെ ദയനീയമായിട്ടുള്ളവർ, ശവത്തോട് അനാദരവ് കാട്ടുന്ന ഇവരെ ഞങ്ങൾ എന്തിനോടാകും മനുഷ്യത്വം മരവിച്ച, മനുഷ്യത്വമില്ലാത്ത, ജനങ്ങളോട് താല്പര്യമില്ലാത്ത, ജനങ്ങളോട് ഉത്തരവാദിത്തമില്ലാത്ത ഒരു ഭരണ സംവിധാനം. കോർപ്പറേഷൻ കൗൺസിലിൽ ബഹളത്തിന് സാധ്യതയുണ്ടെന്ന വിവരത്തെ തുടർന്ന് പോലീസും സ്ഥലത്ത് നിലയുറപ്പിച്ചിരുന്നു. എന്നാൽ ബഹളത്തിനിടെ ചർച്ച കൂടാതെ അജണ്ടകളെല്ലാം പാസാക്കി കൗൺസിൽ പിരിയുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.